Dear all, welcome back to TOS Academy. Cadet Category 3 Natural Science-ന്റെ എക്സാമിന് തൊട്ട് മുന്നുള്ള ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു റാപ്പിഡ് റിവിഷൻ ക്ലാസ് ആണ്. Cadet Category 3 Natural Science-ന്റെ ഒരു റാപ്പിഡ് റിവിഷൻ ക്ലാസ് ആണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 15ലധികം ടോപ്പിക്സ് ബോത്ത് പെഡഗോജി ആൻഡ് സബ്ജക്ട് പാർട്ടിലെ ഈ ഒരു ക്ലാസ്സിലൂടെ റിവൈസ് ചെയ്യും. നമ്മൾ ടോപ്പിക്സ് ആണ്, ക്വസ്റ്റ്യൻസിലേക്കല്ല പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ പഠിച്ച ഏരിയാസ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിലൂടെ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സബ്ജക്ട് പാർട്ടിലെ ഫസ്റ്റ് 6 ചാപ്റ്റേഴ്സ് ലിവിംഗ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, മോർഫോളജി ഓഫ് ആൻജിയോസ്പേംസ്, സെൽ ആൻഡ് സെൽ ഡിവിഷൻ, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് 7 മെയിൻ ലെവൽസ് ആണുള്ളത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷ്യസ്. നമ്മൾ മുന്നേ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതുപോലെ കേരള പോലീസ് ക്ലാസ്സിൽ ഓർഡർ ഇട്ടു, ഫാമിലിയായി എല്ലാവരും GST കൊടുക്കണം. ആ ഒരു കോഡ് ഉപയോഗിച്ച് ഈ ഒരു ടാക്സോണമിക് ഹൈറാർക്കിയൽ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേക്കും. അതുപോലെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരെണ്ണമാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത് കാർൽ ലിനേയസ് ആണെന്ന് ഓർക്കുക. അതുപോലെ പ്ലാന്റ്സിന്റെ ടാക്സോണമി നോമൻക്ലേച്ചർ ഒക്കെ നടത്തുന്നത് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ അഥവാ ICBN ആണ്. ആനിമൽസിന്റെ നെയിമിംഗ് എല്ലാം വരുന്നത് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ICZN ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ടാക്സോണമിക്കൽ എയ്ഡ്സ്, അതാണ് ലിവിംഗ് വേൾഡിലെ അടുത്ത ടോപ്പിക്ക് വരിക. അവിടെ നമ്മൾ ഹെർബേറിയം, ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ പാർക്കുകൾ, ഇതെല്ലാം ടാക്സോണമിക്കൽ എയ്ഡുകളാണ്. ഇപ്പോൾ ഹെർബേറിയം എന്തായിരുന്നു? സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്സ്. അതിനാണ് നമ്മൾ ഹെർബേറിയം എന്ന രീതിയിലൊക്കെ പഠിച്ചു വെച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഏതായിരുന്നു? ഫംഗസ് ആയിരുന്നു, ലൈക്കൺസ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അടുത്തൊരു ടോപ്പിക്ക് അതിനകത്തെ പ്രിയോൺസ് ആൻഡ് വിറിയോയിഡ്സ്. അതിൽ നമ്മൾ ഓർക്കുന്നത് പ്രിയോൺസിനെ പറ്റിയിട്ടാണ്. പ്രിയോൺസ് ഉണ്ടാക്കുന്ന രോഗമാണ് മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽ. അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അത് അറിയപ്പെടുന്നു ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി. ഇതൊരു പ്രിയോൺസ് കോസ് ചെയ്യുന്ന കാറ്റിൽസിലെ ഒരു ഡിസീസ് ആണ്. എന്താണ് പ്രിയോൺസ്? അബ്നോർമലി ഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് പ്രിയോൺസ്. അബ്നോർമലി ഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ പ്രിയോൺസ് എന്ന് പറയുന്നത്. പ്രിയോൺസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി, മാഡ് കൗ ഡിസീസ്. അപ്പോൾ വിറിയോയിഡ്സ് എന്തായിരുന്നു? ഓക്കെ, ഒരു RNA മോളിക്യൂൾ, ഒരു RNA വിതൗട്ട് പ്രോട്ടീൻ കോട്ട്, അതായിരുന്നു വിറിയോയിഡ്സ്. അപ്പോൾ വൈറസ് എന്തായിരുന്നു? ഒരു ജനറ്റിക് മെറ്റീരിയൽ, ഐദർ RNA ഓർ DNA, അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടീൻ കോട്ട്, അതായിരുന്നു വൈറസ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇപ്പോൾ നമ്മളുടെ ഇവിടെ കാണുന്നത് മാഡ് കൗ ഡിസീസ്, പോസിറ്റീവ് ഓർഗാനിസം, പ്രിയോൺസ്, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി, ഈ ഒരു മാഡ് കൗ ഡിസീസിന്റെ മറ്റൊരു പേര്. ഇനി നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ആൽഗയ്ക്കാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ആൽഗേസിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി ആനിമൽ കിങ്ഡത്തിലേക്ക് പോകുന്നു. ആനിമൽ കിങ്ഡത്തിലെ 3 പ്രധാനപ്പെട്ട ഫൈലംസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആർത്രോപോഡയിൽ ഗ്രീൻ ഗ്ലാൻസ്, മാൽപീജിയൻ ട്യൂബ്യൂൾ, കോയാക്സൽ ഗ്ലാൻസ്. പ്ലാറ്റി ഹെൽമിന്തസിലേക്ക് വരുമ്പോൾ സൊളനോസിസ്റ്റ്, ഫ്ലെയിം സെൽസ്, പ്രോട്ടോനെഫ്രീഡിയ. ഹെമികോഡേറ്റ്സിലേക്ക് വരുമ്പോൾ പ്രൊബോസിസ് ഗ്ലാൻഡ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഈ ഒരു 3 ഫൈലംസ് ബേസ്ഡ് ആയിട്ടാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആർത്രോപോഡ, ഗ്രീൻ ഗ്ലാൻഡ് എന്താണ്? മാൽപീജിയൻ ട്യൂബ് ഏത് ഫൈലത്തിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്? സൊളനോസിസ്റ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? പ്രൊബോസിസ് ഗ്ലാൻഡ് കാണപ്പെടുന്നത് എവിടെയാണ്? ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 നിർബന്ധമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് മോർഫോളജി ഓഫ് ആൻജിയോസ്പേംസിലെ റൂട്ട് ടൈപ്പും അതുപോലെ സ്റ്റെം ടൈപ്പൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണുന്നത് ചില ഫാമിലീസിലെ ഫ്രൂട്ട് ടൈപ്പ്. ഇപ്പോൾ കുർക്കുബിറ്റേസിയ ഫാമിലിയിലെ ഫ്രൂട്ട് ടൈപ്പ് പെപ്പോ ഫ്രൂട്ട് ടൈപ്പ് ആണ് കാണുന്നത്. കുർക്കുബിറ്റേസിയ ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സ് ആണ് വാട്ടർമെലൺ, കുക്കുംബർ, പംകിൻ. ഇതിലെയൊക്കെ ഫ്രൂട്ട് ടൈപ്പ് എന്നുള്ളത്
പെപ്പോ ടൈപ്പ് ഫ്രൂട്ട് ആണ്. അതേപോലെ തന്നെ ഫാബിയേസിയ മെമ്പേഴ്സിൽ പോഡ് അല്ലെങ്കിൽ ലെഗ്യൂം ടൈപ്പ് ഫ്രൂട്ട് ആണ് കാണപ്പെടുന്നത്. ഫാബിയേസിയ മെമ്പേഴ്സ്. ദെൻ റൂട്ടേസിയെ, നമ്മുടെ നാരകം ഓറഞ്ച് ഒക്കെ വരുന്ന ഫാമിലിയാണ് റൂട്ടേസിയെ. റൂട്ടേസിയയിലെ ഫ്രൂട്ട് ടൈപ്പ് എന്നുള്ളത് ഹെസ്പെരീഡിയം ആണ്. ഹെസ്പെരീഡിയം. ദെൻ റോസേസിയയിലെ ആപ്പിൾ പിയറൊക്കെ വരുന്ന ഫാമിലിയാണ് റോസേസിയെ. റോസേസിയയിലെ ഫ്രൂട്ട് ടൈപ്പ് എന്നുള്ളത് പോം ആണ്. അപ്പോൾ ഈ ഒരു 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ്. ഇനി നമുക്ക് സെൽ ആൻഡ് സെൽ ഡിവിഷൻ. ഇവിടെ നമുക്ക് മൈറ്റോസിസിനെ പറ്റി, മിയോസിസിനെ പറ്റി, അതുപോലെ സെൽ ഓർഗനൽസ്, ഓരോ സെൽ ഓർഗനൽസിന്റെ ഫങ്ഷൻസ് ഒക്കെയാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇതിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നത് മിയോസിസ് റിലേറ്റഡ് ആയിട്ടാണ്. മിയോസിസ് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് മൈറ്റോസിസ് നടക്കുന്നത്? സൊമാറ്റിക് സെൽസിലും മിയോസിസ് നടക്കുന്നത് റീപ്രൊഡക്റ്റീവ് സെൽസിലും. ഏറ്റവും ഫസ്റ്റ് പോയിന്റ് അതാണ്. ദെൻ മേജർ ഇവന്റ്സ് ഇൻ മിയോസിസ്, സ്റ്റേജ് ബിറ്റ്വീൻ മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2, അതാണ് ഇന്റർകൈനസിസ് എന്നറിയപ്പെടുന്നത്. മിയോസിസ് 1നും മിയോസിസ് 2നും ഇടയിലുള്ള സ്റ്റേജ് ആണ് ഇന്റർകൈനസിസ്. ലോങ്സ്റ്റ് സ്റ്റേജ് ഇൻ ദ സെൽ ഡിവിഷൻ മിയോസിസ് 1ലെ പ്രോഫേസ് 1 ആണ്. മിയോസിസ് 1ലെ പ്രോഫേസ് 1 ആണ്. ഈ ഒരു പ്രോഫേസ് 1നെ എഗെയിൻ 5 സബ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. ഓക്കെ, അങ്ങനെ 5 സബ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടി നമ്മളൊരു കോഡ് യൂസ് ചെയ്യും. ലിസിപാഡി ഡയലാമോ ഡയലാമോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കോഡാണ്. അതാണ് ഈ ഒരു മിയോസിസ് 1ലെ പ്രോഫേസ് 1ന്റെ സബ് സ്റ്റേജസ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ്. കയസ്മാറ്റ ഫോർമേഷൻ നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് കയസ്മാറ്റ ഫോർമേഷൻ നടക്കുന്നത്. ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് കയസ്മാറ്റ ഫോർമേഷൻ നടക്കുന്നത്. ദെൻ സിനാപ്സിസ് നടക്കുന്നത് എവിടെയാണ്? ഹോമോലോഗസ് ക്രോമോസോംസ് സിനാപ്സിസിൽ വരുന്നത് എപ്പോഴാണ്? സിനാപ്സിസ് ഇസ് എ സ്റ്റേജ് വെയർ ഹോമോലോഗസ് ക്രോമോസോംസ് ആർ formed is zygote stage. Then crossing over takes place in പാക്കറ്റീൻ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് ഒന്ന് നോക്കിയാലോ? 3 കയസ്മാറ്റ ഫോർമേഷൻ, ഡിപ്ലോട്ടീൻ. സിനാപ്സിസ് ഫോം ചെയ്യപ്പെടുന്നത് സൈഗോട്ടീൻ സ്റ്റേജ്. ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കറ്റീൻ സ്റ്റേജ്. ഓക്കെ, ഈ സ്ലൈഡിലുള്ള ഓരോ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പല വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഒരു ടോട്ടലാണ്. ക്വസ്റ്റ്യൻസിന്റെ ഒരു സം ടോട്ടലാണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ഏരിയാസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം പഠിച്ചിട്ട് തന്നെ എക്സാമിലേക്ക് പോവുക. നമുക്ക് അടുത്ത ടോപ്പിക്സിലേക്ക് പോകാം. അടുത്ത സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ഇതാണ്. ഹ്യൂമൻ ഫിസിയോളജി, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേംസ്. ഇതിൽ തന്നെ ഹ്യൂമൻ ഫിസിയോളജി നമുക്ക് ആദ്യം പോകാം. ഇപ്പോൾ ഹ്യൂമൻ ഫിസിയോളജിയിൽ നമുക്ക് 8ലധികം ബോഡി സിസ്റ്റത്തെ പറ്റി പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തെ പറ്റിയിട്ട്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓർക്കുക, എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ സെക്രീഷൻസ് ആണ് ഹോർമോൺസ്. അപ്പം ഏത് ഏരിയ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇനി കാണുന്നത് 3 പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അവയുടെ സെക്രീഷൻസും ആണ്. ഫസ്റ്റ്ലി അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അറിയപ്പെടുന്നത് മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അറിയപ്പെടുന്നത്. നമ്മളുടെ ബ്രെയിനിൽ സെല്ല ടോസിക്ക എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഗ്ലാൻഡിന്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ലോബുകളാണ് ഉള്ളത്. ആന്റീരിയർ പിറ്റ്യൂട്ടറി ലോബും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ലോബും. അപ്പോൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി ലോബ് 4 പ്രധാനപ്പെട്ട ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ലോബ് പ്രധാനമായിട്ടും 2 ഹോർമോൺസിനെ സ്റ്റോർ ചെയ്യുകയും റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് 1 ബൈ 1 ആയിട്ട് ഹോർമോൺസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ ഗ്രോത്ത് ഹോർമോൺ. ഈ ഒരു ഗ്രോത്ത് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോഫിൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ഹോർമോൺ ആണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ തൈറോട്രോപ്പിൻ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ അടുത്തത് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH. ദെൻ അടുത്തത് ലൂട്ടിനൈസിംഗ് ഹോർമോൺ LH.
അതുപോലെ തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH, ദെൻ ഒരെണ്ണം കൂടെ ഉണ്ട് പ്രൊലാക്റ്റിൻ. ഈ 5 നമ്മളുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ലോബാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബാണ് ഇത്രയും ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് ഹോർമോൺസിന്റെ ഒക്കെ പോയിന്റ്സ് ഓർക്കുക. ഇപ്പൊ നമ്മളുടെ ഒരു ഗ്രോത്ത് പീരിയഡിലെ ഗ്രോത്ത് ഹോർമോൺസിന്റെ ഓവർ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് ജൈജാൻറ്റിസം എന്നറിയപ്പെടുന്നത്. ഈ ഒരു ഗ്രോത്ത് ഫേസിൽ ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കുറയുന്നു അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് ഡാഫിസം എന്നറിയപ്പെടുന്നത്. ഇനിയിപ്പം നമ്മുടെ ഗ്രോത്ത് ഫേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓവർ പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ, ഗ്രോത്ത് ഹോർമോൺസിന്റെ ഓവർ പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ അക്രോമെഗാലി എന്നുള്ള കണ്ടീഷനിലേക്ക് ഗ്രോത്ത് പോകും. ഓക്കെ, ഇനി നമ്മൾ കാണുന്ന 2 ഹോർമോൺസ് ആണ് വാസോപ്രസിനും അതുപോലെ നിങ്ങൾക്ക് അറിയാതെ വാസോപ്രസിനും ഓക്സിറ്റോക്സിനും. ഈ ഒരു വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയറൂട്ടിക് ഹോർമോൺ, ഈ ആന്റി ഡയറൂട്ടിക് ഹോർമോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. പക്ഷെ അത് സ്റ്റോർ ചെയ്യുകയും റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഈ കൂടെ ആ ഒരു പോയിന്റ് അങ്ങ് ഓർത്ത് വെക്കുക. ഓക്സിറ്റോക്സിൻ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രസവ സമയത്തൊക്കെ ഈ ഒരു യൂട്രൈൻ വാളിന്റെ കൺട്രാക്ഷന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഓക്സിറ്റോക്സിൻ ആണ്. ദെൻ വാക്സോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയറൂട്ടിക് ഹോർമോൺ നമ്മളുടെ കിഡ്നിയിൽ നിന്ന് വാട്ടറിന്റെ റീഅബ്സോർപ്ഷന് സഹായിക്കുന്നതാണ് ഈ ഒരു ആന്റി ഡയറൂട്ടിക് ഹോർമോൺ ADH, വാസോപ്രസിൻ. അടുത്ത ഗ്ലാൻഡിലേക്ക് പോകുന്നു, തൈറോയിഡ് ഗ്ലാൻഡ്. അടുത്ത ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് നമ്മളുടെ ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഇത് ആദംസ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റബോളിസം റെഗുലേറ്റർ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഷേപ്പ് വരുന്നത് ബട്ടർഫ്ലൈ ഷേപ്പ് ആണ്. അപ്പോൾ ഈ ഒരു തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് തൈറോക്സിൻ, ട്രൈഐഡോത്രൈനോനിൻ, കാൽസിറ്റോണിൻ. പ്രധാനമായിട്ടും തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ ആണ് തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രധാനപ്പെട്ട ഹോർമോൺസ്. ഓക്കെ, ദെൻ ഈ ഒരു തൈറോക്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അയഡിൻ നീഡഡ് ആണ്. ഇപ്പോൾ അയഡിൻ കുറവാണെങ്കിൽ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കുറയുകയും അത് ഗോയിറ്റർ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. അതുപോലെ മറ്റ് 2-3 കണ്ടീഷൻസ് കൂടി ഈ ഒരു തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കുറയുന്ന ഒരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ ക്രെറ്റനിസം എന്ന് പറയുന്നത്. ഓക്കെ, ക്രെറ്റനിസം മീൻ യങ്ങർ ഏജിൽ തൈറോക്സിൻ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രെറ്റനിസം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ മുതിർന്ന ആളുകളിലാണ് തൈറോക്സിന്റെ കുറവ് വരുന്നതെങ്കിൽ അത് മിക്സെഡിമ എന്നുള്ള കണ്ടീഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷനാണ്. അടുത്തതാണ് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാണ്? സ്ട്രെസ് ഗ്ലാൻഡ്. ഓക്കെ, സ്ട്രെസ് ഗ്ലാൻഡ് എന്നാണ് അതിന്റെ ഒരു നിക് നെയിം വരുന്നത്, സ്ട്രെസ് ഗ്ലാൻഡ്. ദെൻ പ്രധാനപ്പെട്ട ഹോർമോൺസ് അഡ്രിനാലിൻ അറിയപ്പെടുന്നത് എപ്പിനെഫ്രിൻ, അതുപോലെ നോറെപ്പിനെഫ്രിൻ. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഹോർമോൺ. അതോടൊപ്പം തന്നെ കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ. എവിടെയാണ് ഈ ഒരു അഡ്രീനൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്? ഈ ഒരു അഡ്രീനൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത് നമ്മുടെ കിഡ്നിയുടെ അപ്പർ സൈഡിലായിട്ടാണ് ഈ ഒരു അഡ്രീനൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ഇപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിന് 2 പോർഷൻസ്, ഒരു അഡ്രീനൽ മെഡുല്ലയുണ്ട്, അതിന്റെ ഒരു ഔട്ടർ സൈഡായിട്ട് അഡ്രീനൽ കോർട്ടെക്സും ഉണ്ട്. അഡ്രീനൽ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് അഡ്രിനാലിൻ ആൻഡ് നോൺ അഡ്രിനാലിൻ.
അതുപോലെ തന്നെ അഡ്രീനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈ ഒരു കോർട്ടിസോൾ ആൻഡ് ആൽഡോസ്റ്റിറോൺ. കോർട്ടിസോൾ ആൻഡ് ആൽഡോസ്റ്റിറോൺ. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഒന്ന് രണ്ടെണ്ണം കൂടെ നമുക്കൊന്ന് ഓർത്ത് വെക്കാം. തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് അറിയപ്പെടുന്നത് ജുവനൈൽ ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. തൈമസ് ഗ്ലാൻഡ് അറിയപ്പെടുന്നത് ജുവനൈൽ ഗ്ലാൻഡ്, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈമോസിനാണ്, അല്ലെങ്കിൽ യൂത്ത് ഹോർമോൺ, തൈമോസിൻ യൂത്ത് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഹോർമോൺസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സുകളെ പറ്റിയിട്ട് ഒന്ന് മനസ്സിലാക്കണം. അതിൽ പ്രധാനപ്പെട്ട 4 എണ്ണമാണ് സ്വിഫ്റ്റ്, ICSI, IUT, GIFT, ഗിഫ്റ്റ്. ഓക്കെ, ഇവ ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്വിഫ്റ്റ് എന്നുള്ളതിന്റെ ഫുൾ ഫോം ആണ് സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. ICSI ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. IUT ഇൻട്രായൂക്രൈൻ ട്രാൻസ്ഫർ. ദെൻ ഗിഫ്റ്റ് ഗ്യാമേറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പോൾ ഇതിന്റെ വേർഡ്സിൽ നിന്ന് തന്നെ അത് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുൾ ഫോംസ് ഒക്കെ ഇത് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നുള്ള ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഇമ്മ്യൂണിറ്റി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്ന ഒരു ഏരിയ ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. അപ്പോൾ നമുക്കൊരു 6ഓളം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. കോമൺ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഫസ്റ്റ് വൺ, rheumatoid arthritis. The immune system attacks the joints, causing inflammation, pain and stiffness. Rheumatoid arthritis ഒരു autoimmune disorder ആണ്. Then അടുത്തത് type 1 diabetes mellitus. The immune system destroy insulin producing cells in the pancreas. Then systemic lupus erythematosus, SLE, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഡിസീസ് എന്നൊക്കെ പറയും. അഫക്ട്സ് മൾട്ടിപ്പിൾ ഓർഗൻസ് ഇൻക്ലൂഡിംഗ് സ്കിൻ, ജോയിന്റ്സ്, കിഡ്നീസ് ആൻഡ് ബ്രെയിൻ. Then multiple sclerosis. The immune system attacks the protective covering of nerve fibers in the central nerve system. Then Hashimoto's thyroiditis. The immune system attacks the thyroid gland, leading to hypothyroidism, underproduction of thyroxine. Then Myasthenia gravis, autoimmune disorder ആണ്. Immune system attack acetylcholine receptors at neuromuscular junction and it causes muscle weaknesses. അപ്പോൾ ഈ ഒരു 6 ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന്റെ പേരും അതെന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പംസ്. റീപ്രൊഡക്ഷൻ ഇൻ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്ന ഒരു ഏരിയ ആണ് അപ്പോമിക്സിസും അതുപോലെ തന്നെ പാർത്തനോകാർപ്പിയൊക്കെ. അപ്പോൾ നമുക്ക് അപ്പോമിക്സിസ് എന്താണെന്നും അതുപോലെ തന്നെ അഡ്വെന്റീവ് പോളിഎംബ്രിയോണി, ഈ ഒരു 2 കണ്ടീഷൻസ് എന്താണെന്നൊന്നും ഓർത്തെടുക്കാം. Apomixis is a type of asexual reproduction that occurs without fertilization. It leads to the formation of seeds without fusion of gametes. ഇതാണ് പോയിന്റ്. Apomixis, seeds without fusion of gametes. Then adventitious polyembryony എന്ന് പറയുമ്പോൾ embryo arises directly from somatic cells like nucellus or integument. Adventive embryony. Polyembryony എന്ന് പറയുമ്പോൾ more than 1 or 2 embryo. Embryo arises directly from somatic cells like nucellus or integument. അടുത്ത 2 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആൻഡ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഒരുപാട് പോയിന്റ്സ് നമ്മൾ ഈ ഒരു 2 ചാപ്റ്റേഴ്സിലുമായിട്ട് പഠിച്ചിട്ടുണ്ട്. ജനറ്റിക് ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ മെൻഡേലിയൻ റേഷ്യോസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഏരിയാസ് ആണ്. അതുപോലെ DNA സ്ട്രക്ചർ, RNA സ്ട്രക്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് ഈ ഒരു ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമുക്ക് ആദ്യം തന്നെ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിലെ ജനറ്റിക്സ് പാർട്സ് ഒന്ന് നോക്കി പോകാം. ആദ്യം തന്നെ ആരാണ് ജനറ്റിക്സിന്റെ പിതാവ്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ പ്ലാന്റ് പിസം സറ്റൈവം. അദ്ദേഹം എന്താണ് ചെയ്തത്? സ്റ്റഡീഡ് 7 കോൺട്രാസ്റ്റിംഗ് traits, always using pure line plants. അതായത് എപ്പോഴും പ്യുവർ ലൈൻ പ്ലാന്റ്സ് സെൽഫ് പോളിനേഷൻ നടത്തി സെൽഫ് പോളിനേഷനോട് കുറേ കാലങ്ങളായിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്നവയാണ് നമ്മൾ പ്യുവർ ലൈൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ പ്ലാന്റ് ആയിട്ടുള്ള ഈ ഒരു പിസം സറ്റൈവം അത്തരത്തിലുള്ള ഒരു പ്യുവർ ലൈൻ പ്ലാന്റ് ആയിരുന്നു. അദ്ദേഹം 7 ക്യാരക്ടേഴ്സിനെ
അതിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് അദ്ദേഹം പഠിച്ചത്. ഇനി ക്ലാസിക് മെൻഡേലിയൻ റേഷ്യോസ്. നമുക്ക് ഏതൊക്കെയാണ് മെൻഡേലിയൻ റേഷ്യോസ്? മെൻഡേലിയൻ ക്രോസസ് ഏതൊക്കെയാണ്? മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ രണ്ട് പേരന്റിനെ ക്രോസ് ചെയ്യുന്നു, അവയിൽ ഒരൊറ്റ ക്യാരക്ടർ മാത്രം അതിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ വരുന്ന രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യുന്നു. എ ക്രോസ് ഇൻവോൾവിംഗ് ടു പ്ലാന്റ്സ് ഡിഫറിംഗ് ഇൻ വൺ ക്യാരക്ടർ പെയർ. എക്സാമ്പിൾ, ടോൾ എന്നുള്ളൊരു ക്യാരക്ടറിനെ ഹൈറ്റ് എന്നുള്ളൊരു ക്യാരക്ടറിനെ കൺസിഡർ ചെയ്യുന്നു, അതിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് ആണ് ടോൾ ആൻഡ് ഡാർഫ്. ഇവിടുത്തെ ജിനോട്ടിപ്പിക് ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ 3:1, ജിനോട്ടിപ്പിക് റേഷ്യോ എന്നുള്ളത് 1:2:1. അടുത്ത ക്രോസ് ആണ് ഡൈഹൈബ്രിഡ് ക്രോസ്. എ ക്രോസ് ബിറ്റ്വീൻ ടു പാരന്റ്സ് ഡിഫറിംഗ് ഇൻ ടു പെയേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ഇവിടെ ഷേപ്പ് ഓഫ് ദ സീഡും കളർ ഓഫ് ദ സീഡും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ റൗണ്ട് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ ഒരു എക്സാമ്പിൾ. ഇവിടുത്തെ ഫിനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1. ജിനോട്ടിപ്പിക് റേഷ്യോ 1:2, 1:2, 4, 2:1, 2:1. ഓക്കെ, ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് അത് ഫിസിക്കലി പുറമെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ജിനോട്ടിപ്പിക് റേഷ്യോ അതിന്റെ ജനറ്റിക് മേക്കപ്പ് എന്നുള്ളതാണ്. അടുത്ത ടെസ്റ്റ് ക്രോസ്. ഒരു അൺനോൺ പ്ലാന്റിനെ F1 പ്രോജനീനെ അതിന്റെ റെസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നത്. F1 പ്രോജനി വിത്ത് റെസസീവ് പേരന്റ്. അപ്പോൾ നമുക്ക് F1 പ്രോജനി അൺനോൺ ആണെങ്കിൽ അത് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഈ ഒരു ക്രോസ് ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ 1:1. Then dihybrid test cross. A crossing of dihybrid F1 generation with homozygous recessive condition is known as dihybrid test cross. Ratio വരുന്നത് 1:1:1:1. Then bycross F1 progeny with any of the parent. Bycross എന്ന് പറയുമ്പോൾ F1 progeny with any of the parent നടത്തുന്ന ക്രോസസ് ആണ്. Then ഇനി നമ്മൾ ചില ഈ ഒരു മെൻഡേലിയൻ ജെനറ്റിക്സിൽ അദ്ദേഹം പറഞ്ഞ ഈ ഒരു ക്രോസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാണിക്കുന്ന ചില എക്സെപ്ഷൻസ് ആണ് നമ്മൾ ഇനി കാണുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ രണ്ട് അലീൽസും ഇൻകംപ്ലീറ്റ്ലി എക്സ്പ്രസ് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റ് ഫിനോടൈപ്പ് കാണിക്കുന്ന കണ്ടീഷനാണ്. ഇപ്പോൾ നമ്മൾ പല 3 ലോസ് ഒക്കെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പഠിച്ചത്. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പോൾ ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഒരു ട്രേറ്റ് അത് വരുന്നതിന് കാരണം അവിടുത്തെ ഡോമിനന്റ് ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യുകയും റിസസീവ് ട്രേറ്റിനെ മാസ്ക് ചെയ്യുകയും ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ രണ്ട് അലീൽസും പാർഷ്യലി എക്സ്പ്രസ് ചെയ്യുന്നു, എന്നിട്ട് അതൊരു ഇന്റർമീഡിയറ്റ് ഫിനോടൈപ്പിന് കാരണമായിട്ട് മാറുന്നു. അതിന് എക്സാമ്പിൾ ആണ് സ്നാപ്ഡ്രാഗൺ അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ, അതുപോലെ തന്നെ മിറാബിലസ് ജലാപ്പ. ഇതിലെയൊക്കെ രണ്ട് ഫ്ലവർ കളേഴ്സ് ഉണ്ട്, റെഡ് ആൻഡ് വൈറ്റ്. അപ്പോൾ ഒന്നെങ്കിൽ റെഡ് അല്ലെങ്കിൽ വൈറ്റ്, ഈ രണ്ടെണ്ണം അല്ലാതെ പിങ്ക് എന്നുള്ളൊരു ഇന്റർമീഡിയറ്റ് കളർ കൂടി അവിടെ വരുന്നുണ്ട്. അതിന് കാരണം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. രണ്ട് അലീൽസും പാർഷ്യലി ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫിനോടൈപ്പ് കൂടി ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിന്റെ ജിനോട്ടിപ്പിക് റേഷ്യോ എന്നുള്ളത് 1:2:1. ഫിനോട്ടിപ്പിക് റേഷ്യോ ഓൾസോ സെയിം 1:2:1. ദെൻ അടുത്തൊരു കണ്ടീഷനാണ് കോഡോമിനൻസ്. ഒരു ജീനിന്റെ രണ്ട് അലീൽസും ഒരേ സമയം കംപ്ലീറ്റ്ലി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ഒരു ജീനിന്റെ രണ്ട് അലീൽസും ഒരേ സമയം കംപ്ലീറ്റ്ലി എക്സ്പ്രസ് ചെയ്യുന്ന കണ്ടീഷൻ, അതിനാണ് നമ്മൾ കോഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോഡോമിനൻസിന്റെ മേജർ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലാകാം. നമ്മൾ കാറ്റിൽസിലെ ഫർ കളർ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചില പശുക്കളിലൊക്കെ വെള്ളയും കറുപ്പും പുള്ളികളുള്ളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഈ വെള്ളയും കറുപ്പും കൂടെ ചേർന്ന് ഒരു ചാര കളർ ആയിട്ടല്ല, അതാണ് ഇൻകംപ്ലീറ്റ്. അപ്പം അല്ലെങ്കിൽ കറുപ്പ് മാത്രമായിട്ട് അല്ലെങ്കിൽ വെളുപ്പ് മാത്രമായിട്ട് അങ്ങനെയല്ല കാണുന്നത്. രണ്ട് അലീൽസും ഒരേ സമയം ഈക്വലി എക്സ്പ്രസ് ചെയ്യുന്ന കണ്ടീഷൻ, അതാണ് കോഡോമിനൻസ്. ഓക്കെ, അതുപോലെ മറ്റൊരു കണ്ടീഷൻ നമ്മുടെ AB ബ്ലഡ് ഗ്രൂപ്പ് കോഡോമിനൻസ്. എ ഗ്രൂപ്പും B
ബി ഗ്രൂപ്പും ഒരേ സമയം എക്സ്പ്രസ് ചെയ്തിട്ടാണ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത്. അതൊക്കെ കോഡോമിനൻസിന്റെ എക്സാമ്പിൾസ് ആണ്. ജീനോട്ടിപ്പിക് ഫിനോട്ടിപ്പിക് റേഷ്യോ വരുന്നത് 1:2:1 ആണ്. എ ബി ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എക്സാമ്പിൾ ആണ്. ദെൻ മറ്റൊരു കണ്ടീഷനാണ് എപ്പിസ്റ്റാസിസ്. എപ്പിസ്റ്റാസിസ് എന്താണ്? ഒരു ജീൻ എക്സ്പ്രഷനെ മറ്റൊരു ജീൻ അഫക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എപ്പിസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ദെൻ മറ്റൊരു കണ്ടീഷൻ നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്പിൾ അലീൽസ് ആണ്. മൾട്ടിപ്പിൾ അലീൽസ് നോർമലി എങ്ങനെയാണ്? ഒരു ജീനിന് 2 അലീൽ. അതല്ലാതെ ഒരു ജീൻ രണ്ടിലധികം അലീൽസ് കാണിക്കുന്ന കണ്ടീഷൻ, അതാണ് മൾട്ടിപ്പിൾ അലീൽസ്. മൾട്ടിപ്പിൾ അലീൽസ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിൽ എ ബി ഐ ഇത്രയും അലീൽസ് ഈ ഒരു എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു ജനറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത നമ്മൾ കാണുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ മോളിക്കുലാർ ബേസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? ന്യൂക്ലിക് ആസിഡ്, ഡി എൻ എ ആൻഡ് ആർ എൻ എ. ഡി എൻ എ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ആർ എൻ എ റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇപ്പോൾ ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടാണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? ഫോസ്ഫേറ്റ്, ഡിയോക്സി റൈബോ ഷുഗർ, നൈട്രജൻ ബേസ്. ഓക്കെ, ന്യൂക്ലിയോസൈഡ് എന്താണ്? ന്യൂക്ലിയോസൈഡിൽ എന്തൊക്കെയാണ് ഉള്ളത്? നൈട്രോജിനസ് ബേസും പെൻറ്റോസും മാത്രമാണ്, പെൻറ്റോസ് ഷുഗറും മാത്രമാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണപ്പെടുന്നില്ല. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ബേസസ് ഏതൊക്കെയാണ്? ഡി എൻ എയിലെ ബേസസ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ആർ എൻ എയിലേത് ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ യുറാസിൽ വരുന്നു. അഡിനിൻ, യുറാസിൽ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഇതാണ് ആർ എൻ എയിലെ നൈട്രോജിനസ് ബേസസ് വരുന്നത്. ദെൻ സ്ട്രക്ചർ വരുമ്പോഴേക്കും ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ് ഡി എൻ എയുടേത് നമ്മൾ പഠിക്കുന്നത്. വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് ഡി എൻ എ ആണ് നമ്മൾ പഠിക്കുന്ന ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് ഡി എൻ എ വരുന്നത്. ഈ ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രാൻഡിൽ റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. രണ്ട് സ്ട്രാൻഡ്സും ആന്റി പാരലൽ ആയിട്ട്, ഒരെണ്ണം 5'3' ഡിറക്ഷനിലും മറ്റത് 3'5' ഡിറക്ഷനിലുമാണ് പോകുന്നത്. ദെൻ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ തമ്മിലാണ് ബോണ്ടുകൾ വരുന്നത്. അഡിനിൻ തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ട്സും ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട്സും ആണ്. അപ്പോൾ പറയുന്നു അഡിനിന്റെയും തൈമിന്റെയും കൗണ്ട് സെയിം ആയിരിക്കും. അങ്ങനെ പറയുന്ന റൂളാണ് ചർഗാഫ് റൂൾ. ഓക്കെ, ഓർത്തേക്കുക. ദെൻ മോളിക്കുലാർ ബയോളജിയുടെ സെൻട്രൽ ഡോഗ്മ എന്താണ്? ഡി എൻ എ റെപ്ലിക്കേഷൻ. ഡി എൻ എ ഇരട്ടിയാവുന്ന പ്രോസസ്സ് ഡി എൻ എ റെപ്ലിക്കേഷൻ. അതിനുശേഷം ഡി എൻ എയിൽ നിന്ന് എം ആർ എൻ എ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. ദെൻ എം ആർ എൻ എയിലെ ഇൻഫർമേഷൻ ഒരു പ്രോട്ടീനായിട്ട്, അമിനോ ആസിഡ് ചെയിൻ ആയിട്ട് മാറുന്ന, പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിട്ട് മാറുന്ന കണ്ടീഷനാണ് ട്രാൻസ്ലേഷൻ. ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്നൊക്കെ വിളിക്കുന്നത്. ദെൻ യൂക്കാരിയോട്സിൽ ന്യൂക്ലിയസിലാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. പ്രോകാരിയോട്സിൽ വരുമ്പോൾ സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ച നമ്മളുടെ സെൽ സൈക്കിളിലെ സിന്തസിസ് ഫേസിലാണ് ഈ ഒരു ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുന്നത്. ദെൻ ഈ ഡി എൻ എ റെപ്ലിക്കേഷന്റെ ഡിറക്ഷൻ ഓൾവേസ് 5'3' ഡിറക്ഷനിലായിരിക്കും. ദെൻ മേജർ എൻസൈംസ് മുന്നുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡി എൻ എ റെപ്ലിക്കേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസ്, ദെൻ ട്രാൻസ്ക്രിപ്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസ്, ദെൻ ജനറ്റിക് കോഡ്, മെത്തിയോനിൻ, എ യു ജി ആണ് സ്റ്റാർട്ട് കോഡോൺ. ദെൻ സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണ്? യു എ എയും യു എ ജി, യു ജി എ, ഇവയാണ് സ്റ്റോപ്പ് കോഡോൺസ്. 3 സ്റ്റോപ്പ് കോഡോൺസ്. അതുപോലെ തന്നെ ഈ കൂടെ ഓർത്തേക്കുക അമിനോ ആസിഡ്സ്, 20 അമിനോ ആസിഡ്സ്. അതിൽ എസെൻഷ്യലും നോൺ എസെൻഷ്യലും. അരോമാറ്റിക് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? അസിഡിക് അമിനോ ആസിഡ്സ്, ബേസിക് അമിനോ ആസിഡ്സ്. ആ ഏരിയാസ് ഒക്കെ നോക്കി പോകേണ്ടത് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ആണ്. ക്രോമസോമൽ നോർമാലിറ്റീസ്. നമുക്കറിയാം, നമുക്ക് 46 ക്രോമസോം, ഹ്യൂമൻസിന്റെ കേസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് 46 ക്രോമോസോംസ് ആണുള്ളത്. ദാറ്റ് മീൻസ് നമുക്ക് 23 പെയർ ക്രോമോസോംസ്. അതിൽ 22 ക്രോമോസോംസും ഓട്ടോസോംസ് ആണ്. ഓട്ടോസോംസ് ആണ്. ഈ ഒരു 1 പെയർ എന്നുള്ളത് സെക്സ് ക്രോമോസോംസ് ആണ്. ആ ഒരു സെക്സ് ക്രോമോസോംസ് ഇത് അറിയപ്പെടുന്നത് അലോസോംസ് എന്നാണ്. ഇപ്പോൾ ഈ ഒരു ക്രോമോസോംസിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുമ്പോൾ ആ ഒരു കണ്ടീഷൻ ആണല്ലോ ക്രോമോസോമൽ നോർമാലിറ്റീസ്. ഇപ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സ് അതിൽ വരുന്നതാണ് ക്രോമോസോമൽ നോർമാലിറ്റീസ്. ഇപ്പോൾ ഈ ഒരു ക്രോമോസോമിന്റെ അബ്നോർമാലിറ്റി അതിന്റെ നമ്പറിൽ ചേഞ്ച് ആവാം, ഷേപ്പിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ആവാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക,
ഈ ആദ്യത്തെ 22 ക്രോമസോംസിലാണ് എന്തെങ്കിലും ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ നമ്പറിൽ ചേഞ്ച് ഒക്കെ വരുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് കോസ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ ഓട്ടോസോംസ് ഫസ്റ്റ് 22 പെയർ ഓഫ് ക്രോമോസോംസിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ. ദെൻ അലോസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്സ് ക്രോമോസോംസിൽ ഉണ്ടാകുന്ന മാറ്റം. ഡിസോർഡേഴ്സ് കോസ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ ദ സെക്സ് ക്രോമോസോംസ് ഏതാണ്? എക്സ് വൈ. എക്സ് എക്സ് ഫീമെയിൽസിന്റെ കേസിലും എക്സ് വൈ മെയിൽസിന്റെ കേസിലും. അപ്പോൾ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് ആണ് ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം. ഇപ്പോൾ ഡൗൺ സിൻഡ്രോം അറിയപ്പെടുന്ന മറ്റൊരു പേര് ട്രൈസോമി 21 എന്നാണ്. കാരണം എന്താണ്? 21st ക്രോമോസോമിൽ 2 എണ്ണം വേണ്ട സ്ഥാനത്ത് 3 എണ്ണം വരുന്ന കണ്ടീഷൻ ആണിത്. 3 ക്രോമോസോംസ് വരുന്ന കണ്ടീഷൻ. അതുകൊണ്ടാണ് നമ്മൾ ട്രൈസോമി 21st ക്രോമോസോമിന്റെ ട്രൈസോമി ആണ് ഡൗൺ സിൻഡ്രോമിന് കാരണമാകുന്നത്. ദെൻ അടുത്തത് എഡ്വേർഡ് സിൻഡ്രോം. ഇവിടെ എന്താണ്? ഓട്ടോസോം ആയിട്ടുള്ള 18th ക്രോമോസോം ഒരെണ്ണം എക്സ്ട്രാ. ആ ഒരു കണ്ടീഷൻ. 18th ക്രോമോസോം 2 എണ്ണം വേണ്ടിടത്ത് 3 എണ്ണം. അതുകൊണ്ടാണ് ട്രൈസോമി 18 എന്ന് നമ്മൾ വിളിക്കുന്നത്. ദെൻ അടുത്ത് നമ്മൾ കാണുന്നത് അലോസോമൽ ഡിസോർഡേഴ്സ്. സെക്സ് ക്രോമോസോംസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുള്ള 2 രോഗങ്ങൾ, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോമും ടേണർ സിൻഡ്രോം. ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം നമുക്ക് നോർമലി മെയിലിൽ എങ്ങനെയാണ്? എക്സ് വൈ, അതാണല്ലോ മെയിലില്. ഈ ക്ലൈൻഫിൽട്രോം സിൻഡ്രോം ഉള്ളത് മെയിൽ ബോയ്സ് ബോൺ വിത്ത് 1 എക്സ്ട്രാ എക്സ് ക്രോമോസോം. അപ്പോൾ അവരിൽ എത്ര ക്രോമോസോംസ് ഉണ്ടാവും? ടോട്ടൽ 47 ക്രോമോസോംസ് ആയിരിക്കും അവരിൽ ടോട്ടൽ ഉണ്ടാവുക. അവരിൽ ഈ ഒരു രീതിയിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ എഴുതുമ്പോൾ ഇവരുടെ ജെനറ്റിക് മേക്കപ്പ് എഴുതുന്നത് 47, XXY എന്ന്, അല്ലെങ്കിൽ 44, ഓട്ടോസോംസിന് കുഴപ്പമൊന്നുമില്ല, 44 പ്ലസ് XXY, ഈ 2 രീതിയിലും അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ദെൻ ടേണർ സിൻഡ്രോം ഫീമെയിൽസിലാണ് കാണപ്പെടുന്നത്. ഫീമെയിൽസിലെ ക്രോമോസോം എങ്ങനെയാണ്? സെക്സ് ക്രോമോസോം XX അല്ലേ? 2 X വേണ്ട സ്ഥാനത്ത് ഒരു X മാത്രം ഉള്ള കണ്ടീഷൻ. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 45, ടോട്ടൽ 46 അല്ലേ ഉള്ളത്. അപ്പോൾ ഇവർക്ക് ഒരെണ്ണം കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ 45, X0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് 44 പ്ലസ് X0. ഓക്കെ, ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മൾ കാണുന്നത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റീകോമിനന്റ് DNA ടെക്നോളജി. ഇതിന്റെ ഗോൾ എന്നുള്ളത് എന്താണ്? കമ്പൈൻസ് DNA ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ടു ക്രിയേറ്റ് എ ന്യൂ ജനറ്റിക് കോമ്പിനേഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് പ്ലാസ്മിഡ്സും ബാക്ടീരിയോഫേജസ് ഒക്കെ യൂസ് ചെയ്യും. ഈ ഒരു വെക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ട് ഫോറിൻ ജീൻസിനെ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലോണിംഗ് വെക്ടർ പ്ലസ് ഫോറിൻ DNA ends of vector and foreign DNA fragments anneal and are joined with DNA ligase. ഇവിടെ ഒരു എൻസൈമിന്റെ പേര് കണ്ടോ? DNA ligase. ഈ ഒരു എൻസൈം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോളിക്യൂൾസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് മോളിക്കുലാർ ഗ്ലൂ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഈ ഒരു കട്ടുകളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസുകളാണ്, റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. അപ്പോൾ HIND2 ആണ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈം ആയിട്ട് ഉള്ളത്. അതിനുശേഷം നമ്മൾ ഈ ഒരു കട്ട് ചെയ്തതിനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോസ്റ്റിനെയും ഏത് വെക്ടറിനെയാണോ, ഏത് വെക്ടറിലേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, ആ ഒരു വെക്ടറിനെയും ഈ ഒരു ഫോറിൻ DNA-നെയും സെയിം റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതൊക്കെ അറിയാവുന്ന പോയിന്റ്സ് ആണല്ലോ അല്ലേ? ഓക്കെ, അതിനുശേഷം അതിനെ ജോയിൻ ചെയ്ത് ഒരു റീകോമ്പിനന്റ് DNA ഫോം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിനെ സംബന്ധിക്കുന്ന കുറച്ച് പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. മോളിക്കുലാർ സിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആർ ദ എൻസൈംസ് ദാറ്റ് ഐഡന്റിഫൈ സ്പെസിഫിക് സീക്വൻസസ് ഇൻ ദ DNA ആൻഡ് കട്ട് അറ്റ് ദോസ് പോയിന്റ്സ് നോൺ ആസ് റെക്കഗ്നേഷൻ സൈറ്റ്സ്. അപ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകൾ ഈ ഒരു DNAയിലെ സ്പെസിഫിക് സീക്വൻസുകളിൽ മാത്രമാണ് കട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് സീക്വൻസുകൾ അറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ സൈറ്റ് അല്ലെങ്കിൽ റെക്കഗ്നേഷൻ സൈറ്റ് എന്നാണ്. ഈ ഒരു റെക്കഗ്നേഷൻ സൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അത് 4 to 8 ബേസ് പെയർസ് ലോങ് ആയിരിക്കും. അതുപോലെ തന്നെ അവ പാലിൻഡ്രോമിക് സീക്വൻസസ് ആയിരിക്കും. പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡയറക്ഷനിൽ വായിച്ചാലും അത് ഒരേപോലെയായിട്ടും ഉണ്ടായിരിക്കുക. റീഡ് ദ സെയിം
ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഓൺ കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ്. ഉദാഹരണമായിട്ട് മലയാളം രണ്ട് സൈഡിൽ നിന്ന് വായിച്ചാലും ഒരേപോലെ അല്ലേ. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ പാലൻഡ്രോമിക് DNA സീക്വൻസസ്. ഇത്തരത്തിലുള്ള പാലൻഡ്രോമിക് സീക്വൻസുകളാണ് റെസ്ട്രിക്ഷൻ സൈറ്റുകൾ. ദിസ് റീജിയൻ ഷോ സെയിം ബേസ് പെയറിംഗ് പാറ്റേൺ ഇൻ ബോത്ത് ഡിറക്ഷൻസ്, മേക്കിംഗ് ദം ഐഡിയൽ ഫോർ restriction recognition by restriction enzymes. They are very useful for making gene cloning. Then example പറയാം, എക്കോ R1 എന്നുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിന്റെ പാലിൻഡ്രോമിക് സീക്വൻസ് ആണിത്. 5-3 ഡയറക്ഷനിൽ GAATTC. ഇവിടെ നോക്കിക്കേ, 5-3 ഡയറക്ഷനിൽ GAATTC. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്കോ R1 കട്ട് ചെയ്യുന്നത് ഈ ഒരു ജിയുടെയും എയുടെയും ഇടയിലായിട്ടായിരിക്കും. ഇവിടെ ഈ ഒരു ജിയുടെ എയുടെ ഇടയിലായിട്ട്, ഈ ഒരു സ്ട്രാൻഡിൽ ഈ ഒരു ജിയുടെയും എയുടെയും ഇടയിലായിട്ടായിരിക്കും. ഇതിനാണ് നമ്മൾ പാലൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്കോ R1ന്റെ പാലൻഡ്രോമിക് സീക്വൻസ് ആണ് GAATTC. എസ്ട്രീഷ്യ കോളയാണ് സോഴ്സ് വരുന്നത്. ദെൻ ഹിൻഡ് 3യുടേത് AAGCTT. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആണ് അതിന്റെ സോഴ്സ് വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് സ്റ്റെപ്സ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഫസ്റ്റ് വൺ, സെലക്ഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ സെലക്ഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ദ DNA ഇൻസേർട്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള DNA തിരഞ്ഞെടുക്കുകയും സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എക്സ്ട്രാ DNA ഫ്രം ദ ഡോണർ ഓർഗാനിസം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് കട്ടിംഗ് DNA അറ്റ് സ്പെസിഫിക് സൈറ്റ്. കട്ടിംഗ് DNA അറ്റ് സ്പെസിഫിക് സൈറ്റ്. ദെൻ അതെങ്ങനെയാണ്? യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് ഇൻസേർഷൻ ഓഫ് ജീൻ ഇൻ ടു വെക്ടർ. കട്ട് ജീൻ is inserted into the cut plasmid using DNA ligase. This forms recombinant DNA. Then introduction of recombinant DNA into the host cell. The recombinant DNA is introduced into the host organism. Fifth step, selection of the transformed cell. അതിനുവേണ്ടി നമ്മൾ molecular markers യൂസ് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെയാണ് നമ്മൾ മോളിക്കുലാർ മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച സെൽസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്തതാണ് ജീൻ ക്ലോണിംഗ് ആൻഡ് എക്സ്പ്രഷൻ. ജീൻ ക്ലോണിംഗ് ആൻഡ് എക്സ്പ്രഷൻ അതുവഴി മൾട്ടിപ്ലൈ ആൻഡ് പ്രൊഡ്യൂസ് പ്രോട്ടീൻ. അടുത്ത ഒരു സ്റ്റെപ്പാണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിരം ചോദിച്ചു കണ്ടിട്ടുള്ളത്, downstreaming process. Downstreaming process. It refers to the series of steps used to separate, purify, and process a biological product like protein, enzyme, hormone, or antibiotic from the host organism. അപ്പോൾ നമ്മൾ ഈ ഒരു റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ റിസൾട്ട്, ഫ്രൂട്ട് എടുക്കുന്നത് ശരിക്കും ഡൗൺസ്ട്രീമിംഗ് പ്രോസസ്സിൽ നിന്നാണ്. നമ്മൾ ഈ ഇത്രയും സ്റ്റെപ്പുകളിലൂടെയൊക്കെ നമ്മൾ അറ്റ് ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു സാധനത്തെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നത് ഈ ഒരു ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്സിലാണ്. നമുക്കിനി ഈ ഒരു ഡൗൺ സ്ട്രീം പ്രോസസ്സിന്റെ സ്റ്റെപ്സ് ആണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സ്റ്റെപ്സ് ഇൻ ഡൗൺ സ്ട്രീം പ്രോസസ്. ഇപ്പോൾ ഫസ്റ്റ് സെപ്പറേഷൻ ആണ്, സെൽ ഡിസ്ട്രപ്ഷൻ, എക്സ്ട്രാക്ഷൻ, ഐസൊലേഷൻ, പ്യൂരിഫിക്കേഷൻ, ഡ്രൈ. ഈ ഒരു പിക്ചറിന്റെ ഹെൽപ്പോടു കൂടിയാണെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ ഈ ഒരു പ്രോസസ്സിന് ശേഷം നമ്മളുടെ ആ ഒരു ലിക്വിഡിലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഈ പ്രോസസ്സിന് ശേഷം നമ്മളുടെ പ്രൊഡക്റ്റുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതിനെ ആദ്യം തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ അത് ഇൻട്രാസെല്ലുലാർ പ്രൊഡക്റ്റ് ആണോ അതോ എക്സ്ട്രാ സെല്ലുലാർ പ്രൊഡക്റ്റ് ആണോ എന്ന് ആദ്യം തന്നെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇൻട്രാസെല്ലുലാർ പ്രൊഡക്ട്സ് ആണെങ്കിൽ നമ്മൾ സെല്ല് ഡിസറപ്റ്റ് ചെയ്യണം, സെല്ല് പൊട്ടിച്ചിട്ട് വേണം അതിനകത്തെ പ്രൊഡക്ട്സിനെ പുറത്തെടുക്കാനായി. ഓക്കെ, ഇപ്പോൾ ഈ സെൽ ഡിസറപ്ഷൻ നടത്താൻ മെക്കാനിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ ഓർ എൻസൈമാറ്റിക് ടൂൾസ് നമുക്ക് യൂസ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പാണ് എക്സ്ട്രാക്ഷൻ. എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തെ ഇൻസോലുബിൾസിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. അത് ഈ ഒരു എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ, ഫ്ലോക്കുലേഷൻ, ഫിൽട്രേഷൻ, സെഡിമെന്റേഷനിലൂടെ എല്ലാം നടത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സ്ട്രാ സെല്ലുലാർ പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു എക്സ്ട്രാക്ഷനിലേക്ക് വന്നാൽ മതിയായിരിക്കും. ദെൻ അടുത്തതാണ് ഐസൊലേഷൻ. ഐസൊലേഷൻ നടത്താൻ വേണ്ടിയിട്ട് അഡ്സോർപ്ഷൻ, ഇവാപ്രേഷൻ, എക്സ്ട്രാക്ഷൻ, പ്രസിപ്പിറ്റേഷൻ, മെംബ്രെയിൻ ഫിൽട്രേഷൻ ഒക്കെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അടുത്ത സ്റ്റേജ് ആണ് പ്യൂരിഫിക്കേഷൻ. ക്രൊമറ്റോഗ്രഫി,
പ്രസിപ്പിറ്റേഷൻ, മെംബ്രെയിൻ ഫിൽട്രേഷൻ വഴിയൊക്കെ ഈ ഒരു പ്യൂരിഫിക്കേഷൻ നടത്താനായിട്ട് പറ്റും. അതിനുശേഷം ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജ് ആണ് ഫിനിഷിംഗ് സ്റ്റേജ്. ഫിനിഷിംഗ് സ്റ്റേജ് നമുക്ക് ക്രിസ്റ്റലൈസേഷനിലൂടെ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഡ്രൈയിങ്ങിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ ഫൈനൽ പ്രൊഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. വേരിയസ് സ്റ്റെപ്സ് ഇൻ ഡൗൺസ്ട്രീം പ്രോസസ് ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദിസ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്ട്രാക്ഷൻ, സെൽ ഡിസ്റപ്ഷൻ, ഡ്രൈയിങ്, ഐസൊലേഷൻ, പ്യൂരിഫിക്കേഷൻ, സെപ്പറേഷൻ ഒക്കെ കിടപ്പുണ്ട്. നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് എങ്ങനെ എത്തും? ആദ്യത്തത് എന്തായാലും സെപ്പറേഷൻ ആണ്. ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ളത് സെപ്പറേഷൻ ആണ്. അപ്പോൾ സെപ്പറേഷൻ ഇവിടെ ഏതാണ് വരുന്നത്? 6 ആണ് സെപ്പറേഷൻ വരുന്നത്. 6 സെപ്പറേഷൻ. ദെൻ സെപ്പറേഷന് ശേഷം വരുന്നത് സെൽ ഡിസറപ്ഷൻ 2. അതിനുശേഷം എന്താണ്? എക്സ്ട്രാക്ഷൻ 3. അപ്പം മൂന്നാമത് വരുന്നത് 1 ആണ്. ഓപ്ഷൻ 1 മീൻ ഇതിലെ 1 ആണ് വരുന്നത്. ദെൻ അതിനുശേഷം 4 ഐസൊലേഷൻ. ദെൻ ഐസൊലേഷന് ശേഷം പ്യൂരിഫിക്കേഷൻ. ഫിഫ്ത്ത് വൺ പ്യൂരിഫിക്കേഷൻ. ദെൻ ലാസ്റ്റ് വൺ ഡ്രൈയിങ്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഡി ആണ്. ഇത്തരത്തിൽ ഈ ഒരു ഡൗൺ സ്ട്രീം പ്രോസസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ അറിഞ്ഞു വെക്കുക. നമ്മൾ സബ്ജക്ട് ഏരിയ ഓൾമോസ്റ്റ് കുറെ ടോപ്പിക്സ് എല്ലാം കണ്ടു, റിവൈസ് ചെയ്തു. ഇനി നമുക്ക് പെഡഗോജിയിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ യുനെസ്കോസ് 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും 2 ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ എന്താണ് യുനെസ്കോയുടെ ഫുൾ ഫോം? യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതാണ് യുനെസ്കോ. യുനെസ്കോ സജസ്റ്റ് ചെയ്യുന്ന 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലീവ് ടുഗെദർ, ലേണിംഗ് ടു ബി. അപ്പോൾ ഇതിൽ എന്താണ് ലേണിംഗ് ടു നോ എന്നതിൽ അർത്ഥമാക്കുന്നത്? ഓക്കെ, ലേണിംഗ് ടു നോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ടു ലേൺ ബൈ ഡെവലപ്പിംഗ് വൺസ് ഓൺ കോൺസെൻട്രേഷൻ, മെമ്മറി സ്കിൽ ആൻഡ് എബിലിറ്റി ടു തിങ്ക്. ഇതെല്ലാം വരുന്നത് ലേണിംഗ് ടു നോ ആണ്. ദെൻ ലേണിംഗ് ടു ഡു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി പഠിക്കുക. ദെൻ ലേണിംഗ് ടു ലീവ് ടുഗദർ. ഇപ്പൊ ലേണിംഗ് ടു ലീവ് ടുഗദർ എന്ന് പറയുമ്പോൾ മറ്റ് ആളുകളുടെ ഫീലിങ്സും ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കി അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി ആ ഓരോ സിറ്റുവേഷനെയൊക്കെ കണ്ട് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുക. അതിനെയാണ് നമ്മൾ ലേണിംഗ് ടു ലീവ് ടുഗദർ, അതിനു വേണ്ടിയിട്ടുള്ളൊരു ലേണിംഗ്. അതാണ് ലേണിംഗ് ടു ലീവ് ടുഗദർ. ദെൻ ലേണിംഗ് ടു ബി. ഇപ്പോൾ ലേണിംഗ് ടു ബി എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് എ പേഴ്സൺ. ഇറ്റ് ഈസ് ഫോർ fulfilling his or her highest potential and to be able to think, decide and act independently. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക, ഇന്നോവേഷൻസ് കൊണ്ടുവരിക. ഇതൊക്കെ വൺസ് ഓൺ പേഴ്സണാലിറ്റി, ഡെവലപ്പിംഗ് വൺസ് ഓൺ പേഴ്സണാലിറ്റി, ഇതൊക്കെ വരുന്നത് ലേണിംഗ് ടു ബിയിലാണ്. അടുത്തത് പ്ലാനിംഗ് ഫോർ ഇൻസ്ട്രക്ഷൻ. ഇവിടെയാണ് നമ്മൾ ഇയർ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ. അപ്പോൾ എന്താണ് ഇയർ പ്ലാൻ? Year plan is a long-term teaching plan that outlines the entire curriculum or syllabus for a subject across a whole academic year. ഇതിന്റെ ഫോക്കസ് എന്താണ്? ഫുൾ സിലബസ് കവറേജ് ചെയ്യണം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാപ്റ്റേഴ്സ് അക്രോസ് മന്ത്സ് ഓർ ടേംസ്. ദെൻ യൂണിറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു മിഡ് ടേം പ്ലാൻ ആണ്. ഒരു സ്പെസിഫിക് ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ്, ഒരു സിലബസിനുള്ളിലെ ഈ ഒരു യൂണിറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ യൂണിറ്റ് പ്ലാനിനകത്താണ് ഒബ്ജക്റ്റീവ്സും ആക്ടിവിറ്റീസ്, മെത്തേഡ്സ്, അസസ്മെന്റ് സ്ട്രാറ്റജീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിന് വേണ്ടിയുള്ളത്. ദെൻ ലെസൺ പ്ലാൻ. ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ എടുക്കുന്നതിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലെസൺ പ്ലാൻ ഈസ് എ ഷോർട്ട് ടേം ഡേ വൈസ് പ്ലാൻ മെയ്ഡ് ബൈ ടീച്ചർ ടു കണ്ടക്ട് എ സിംഗിൾ ക്ലാസ് റൂം സെഷൻ, യൂഷ്വലി 30 to 45 minutes based on the content in the unit plan. ഇന്നത്തെ ഒരു റാപ്പിഡ് റിവിഷൻ ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക് ആണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആൻഡ് അതർ സപ്പോർട്ട് മെറ്റീരിയൽസിലെ വിക്ടേഴ്സ്. ഓക്കെ, വിക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു എഡ്യൂടെയിൻമെന്റ് ചാനലാണ്. വിക്ടേഴ്സ് ഈസ് ആൻ എഡ്യൂക്കേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. അതിനാണ് എഡ്യൂടെയിൻമെന്റ് ചാനൽ ഇൻ മലയാളം ലാംഗ്വേജ് ഓപ്പറേറ്റഡ് ബൈ കൈറ്റ് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ്
General and Higher Education, and it is fully owned by Government of Kerala. വിക്ടേഴ്സിന്റെ ഫുൾ ഫോം വെർസറ്റൈൽ ICT എനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ്. ഇത് രണ്ടും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ദ ചാനൽ ഈസ് ഹെഡ് ക്വാർട്ടേർഡ് ഇൻ ട്രിവാൻഡ്രം, കേരള, ആൻഡ് ഇറ്റ് ഈസ് ഇനാഗുറേറ്റഡ് ബൈ APJ Abdul Kalam, 28th July 2005. Then YouTube channel of Kite Victors. ഇറ്റ്സ് വിക്ടേഴ്സ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഒന്ന് റിവൈസ് ചെയ്തു. അപ്പോൾ ഈ ഒരു 45 മിനിറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഇതോടൊപ്പം തന്നെ ഒരു സജഷൻ ആണ്, നമ്മളുടെ ഇതിന് മുമ്പത്തെയൊക്കെ വീഡിയോസ് എല്ലാവരും കാണുക. അതിനകത്തൊക്കെ നമ്മൾ ധാരാളം ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ്, ഏജൻസീസ് ഫോർ ക്വാളിറ്റി അഷുറൻസ്, NCERT, SCERT, NCTE, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. ദെൻ ക്രിട്ടിക്കൽ പെഡഗോജി, അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്ലാസ്സുകളിൽ. നമ്മുടെ സബ്ജക്ട് പാർട്ടിലോട്ട് പോകുമ്പോൾ ലൈക്കൺസ്, ആൽഗെ, ഫഞ്ചെ, അതുപോലെ തന്നെ യൂസ്ഫുൾ മൈക്രോ ഓർഗാനിസംസ്, എവല്യൂഷനിലെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ, പ്ലാൻ, ഹോർമോൺസ്, ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏറ്റവും ലാസ്റ്റ് ദിവസങ്ങളാണ് നമ്മുടെ എക്സാമിലേക്കായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ ഈ ഒരു ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. നല്ല രീതിയിൽ എക്സാം എഴുതാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.